വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ കടം എഴുതി തള്ളാൻ കേന്ദ്ര സർക്കാർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. 3 ആഴ്ച കൂടി സമയം വേണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, ഇതിലൊരു നിലപാട് പ്രഖ്യാപനം പോലും ഉണ്ടാകുന്നില്ല എന്നത് സംബന്ധിച്ച് ഹൈക്കോടതി പലതവണ വിമർശനം ഉന്നയിച്ചതാണ്. സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമെതിരെ വിമർശനം ഉന്നയിച്ചതാണ്. അതിലെ സാധ്യതകളെക്കുറിച്ച് കേന്ദ്രം ആശങ്ക രേഖപ്പെടുത്തിയതുമാണ്. ഇന്ന് സ്വീകരിച്ച നില എന്താണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം? മാധു, എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കാത്തത് എന്നതാണ് ഏറ്റവും കഷ്ടമായിട്ടുള്ള കാര്യം. കാരണം കഴിഞ്ഞ തവണ കോടതി അന്ത്യശാസനം നൽകിയതാണ്. അന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഓണം കഴിഞ്ഞൊരു ദിവസം ഞാൻ നേരിട്ട് വരാം, നേരിട്ട് വന്ന് ഇതിലൊരു തീരുമാനം അറിയിക്കാമെന്നാണ് കോടതിക്ക് അവസാനമായി ഉറപ്പ് കൊടുത്തത്. ഇന്ന് അദ്ദേഹം കോടതിയിൽ AR സുന്ദരേശൻ നേരിട്ട് ഹാജരായി. പക്ഷേ വീണ്ടും സമയം നീട്ടിച്ചോദിച്ചുകൊണ്ടുള്ളൊരു സത്യവാങ്മൂലമാണ് ഫയൽ ചെയ്തത്. ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണ് ഈ വിഷയമുള്ളത്. ഒരു തീരുമാനത്തിലേക്ക് പോകും. അപ്പോൾ ആ തീരുമാനം അറിയിക്കാൻ ഒരു 3 ആഴ്ച കൂടി സമയം വേണമെന്നതാണ് അദ്ദേഹം കോടതിയിൽ ആവശ്യപ്പെട്ടത്. കോടതി ഒടുവിൽ ആ സമയം അനുവദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കോടതി ഒരു കാര്യം കേന്ദ്ര സർക്കാരിനെ ഓർമ്മപ്പെടുത്തി, ഇതൊരു വിശാല താല്പര്യത്തിൽ കാണേണ്ട കാര്യമാണ് എന്ന കാര്യം കോടതി ഓർമ്മപ്പെടുത്തി. കാരണം നേരത്തെ കേരള ബാങ്ക് അടക്കം വയനാട് ദുരിതബാധിതരുടെ കടം എഴുതി തള്ളിയതാണ്. അത് പലവട്ടം ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഹിമാചൽ പ്രദേശിലെത്തിയ പ്രധാനമന്ത്രി അവിടെ അപ്പോൾ തന്നെ അതിനുള്ള നഷ്ടപരിഹാര പാക്കേജുകളൊക്കെ തന്നെ പ്രഖ്യാപിച്ചു പോകുന്നത് നമുക്കറിയാം. പക്ഷേ വയനാട്ടിലും പ്രധാനമന്ത്രി എത്തിയിരുന്നു. ഇതുവരെ ഈ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു തീരുമാനം വരുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അവിടുത്തെ പാവപ്പെട്ട കർഷകരാണ് ഈ അവരുടെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഏറ്റവും ആശങ്കയിലുള്ളത്. അക്കാര്യത്തിൽ ഉടനടി തീരുമാനം എടുക്കണം എന്നൊരു നിലപാട് കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഇന്ന് ഹൈക്കോടതി ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ബിഡിലാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലെ ദുരന്തബാധിതരുടെ കടം എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ട നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാർ വീണ്ടും സമയം ആവശ്യപ്പെടുകയാണ്. 3 ആഴ്ച കൂടി സമയം വേണമെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. പലതവണ ഈ കാര്യത്തിൽ അന്തിമമായ തീരുമാനം അറിയിക്കണം, എത്രയും പെട്ടെന്ന് അറിയിക്കണമെന്ന് ഹൈക്കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കേന്ദ്രം അതിൽ നിലപാട് അറിയിക്കാതെ മുന്നോട്ട് പോവുകയാണ്. വളരെ ബൃഹത്തായി ഈ ആശയത്തെ കാണേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശം കൂടി കോടതി മുന്നോട്ട് വയ്ക്കുന്നു.